ആന പെട്ടെന്ന് വന്നതാണ്. ആദ്യം എൻ്റെ അടുത്തോട്ട് വന്നു. അപ്പം ഞാൻ കാറിക്കൊണ്ട് മാറി. അപ്പം ആനയും കാറി ഓടി. അപ്പം എൻ്റെ ആനയുടെ കാർച്ചയായിട്ട് അച്ഛനും ഓടി വന്ന ആന തുമ്പിക്കേക്ക് തട്ടുകയും ആന എന്തോ ഓടി വന്ന പെട്ടെന്ന് ഓടി വരികയും ചെയ്തു. ഇടയ്ക്ക് ആന വരാറുള്ളതാണ്. നമ്മളെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഫോറസ്റ്റുകാരെ വിളിച്ച് പറയും. അവരും വിളിക്കുന്നൊക്കെയാണ്. കുറച്ച് ദിവസം ഞാനും അച്ഛനും ഉള്ളായിരുന്നു. ഒറ്റ ആന ഒറ്റയ്ക്കാണ്. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് വെട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ രണ്ട് പന്തിയിലായിട്ട് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആന പെട്ടെന്ന് വന്നു. അപ്പം ഞാൻ പെട്ടെന്ന് കാറിയപ്പോഴത്തേനും ആനയും കാറിക്കൊണ്ട് അങ്ങോട്ട് ഓടി. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്തോട്ട് ഓടി ചെന്നതാണ്. അന്നേരത്തേനും അച്ഛൻ കാർച്ചയായിട്ട് അച്ഛൻ ഇങ്ങോട്ട് വന്നാൽ അപ്പോൾ അച്ഛനിട്ട് തട്ടി ആന തുമ്പിക്കേക്കിട്ട് തട്ടിയിട്ടിട്ട് ആന കയറി. ഇവിടെ TR ആൻഡ് എസ്റ്റേറ്റാണ് അത്. അപ്പോൾ അത് മുഴുവൻ കാട് പിടിച്ച് റബ്ബർ വെട്ടിയിട്ട് കാടായിട്ട് കിടക്കുക. അപ്പോൾ അതിനകത്തോട്ട് ആന പെട്ടെന്ന് കയറിപ്പോയി. കണ്ടില്ല. പിന്നെ ഒരു ഇവിടുന്ന് എടുത്തോണ്ട് വരുമായിരുന്നു. സ്വകാര്യ എസ്റ്റേറ്റ് TR ആൻഡ് അല്ല, സ്വകാര്യ വ്യക്തിയുടെ. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ വിഷു ഏപ്രിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ഏപ്രിൽ ഉള്ളു. ഇല്ല, നമ്മുടെ റിലേറ്റീവ് ഉണ്ടായിരുന്നു അവിടെ. അവരാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എടുത്തിരുന്നത്. പക്ഷെ നമ്മളടുത്ത ഞങ്ങൾ വന്നു പോകും. പുള്ളിക്കാരന് വന്നു പോകും. രാവിലെ നമ്മൾ 7 മണിയൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. ആക്രമണമായിട്ടില്ല. അത് ആന ഈ ചക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ ആന രാത്രി വന്ന് ചക്ക കഴിച്ച് അതങ്ങ് പോവുള്ളൂ. അങ്ങനെ പകൽ സമയത്ത് നമ്മളിത് ആദ്യമായിട്ടാണ് ഇപ്പം കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മഴയായിരുന്നുകൊണ്ട് ഞങ്ങൾ പോകാറില്ലായിരുന്നു അങ്ങോട്ട്. പിന്നെ ഇപ്പോൾ അവിടെ ചെന്ന് സാധാരണ ചെല്ലുന്ന പോലെ തന്നെ കോപ്പരെ തീയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ വെട്ടാനായിട്ട് കയറിയതാണ്. ഒരു 10-20 മരവെങ്ങാനും വെട്ടി കാണുകയുള്ളൂ. അന്നേരമാണ് ആന പെട്ടെന്ന് വന്നത്. അല്ല, ഇതിൻ്റെ അതിർത്തി അല്ല. ഇതിനിടയ്ക്കായിട്ട് TR ആൻഡ് എസ്റ്റേറ്റാണ്. അത് കഴിഞ്ഞ് വനാതിർത്തിയാണ്. വയറിങ്ങനെ നീര് വെക്കുന്നുണ്ടായിരുന്നു. ഈ ആന അപ്പം പറഞ്ഞു അവൻ തട്ടിയെന്ന് പറഞ്ഞ് അപ്പം കരഞ്ഞുകൊണ്ടിരുന്നു. ഈ ചങ്ങിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ നീരുണ്ടായിരുന്നു. ഞങ്ങളതിന് അപ്പോൾ അവിടുന്ന് വണ്ടി മാർഗം വളരെ കുറവാണ്. ഞങ്ങൾ റിലേറ്റീവിനെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു കൊയിനാടുണ്ടായിരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ഒരു തടിപ്പണിക്കാരുണ്ടായിരുന്നു. അവർ ജീപ്പുമായിട്ട് വന്ന് ജീപ്പിൽ പെട്ടെന്ന് കൊണ്ടുവരികയായിരുന്നു. മെഡിക്കൽ ട്രസ്റ്റിലോട്ട് കൊണ്ടുവരികയായിരുന്നു. അവിടെ വന്നപ്പോൾ തന്നെ ആൾ മരിച്ചെന്നാണ് അവർ പറയുന്നത്.